Hello students, welcome to Bosco Campus Vision. I am Lakshmi VS, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 12th lecture on Goods and Services Tax. This lecture is based on models of GST, which is the second module in the subject Goods and Services Tax for semester 6 students of BCom Tax Procedures and Practices. In previous lecture, we were discussing about integrated GST, and in this lecture, we are going to discuss about another GST model, that is Australian model. In Australia, GST is a federal tax which is collected by the centre and distributed to the states. It is levied on physical and digital goods that are traded for consumption within Australia. ഓസ്ട്രേലിയയിൽ GST ഒരു ഫെഡറൽ ടാക്സ് ആണ് ആൻഡ് അത് കളക്ട് ചെയ്യുന്നത് സെൻറ്റർ ആണ് ആൻഡ് ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ സ്റ്റേറ്റ്സ്. ഓസ്ട്രേലിയയ്ക്ക് അകത്തുള്ള കൺസംഷനായി ട്രേഡ് ചെയ്യുന്ന ഫിസിക്കൽ ഗുഡ്സിലും ഡിജിറ്റൽ ഗുഡ്സിലും GST ലെവി ചെയ്യുന്നു. ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി ഹോവാർഡ് ഗവൺമെൻറ് ഓൺ 1st July 2000. 1st July 2000 ഹോവാർഡ് ഗവൺമെൻറ് ആണ് ഓസ്ട്രേലിയയിൽ GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്, റീപ്ലേസിംഗ് ദ പ്രീവിയസ് ഫെഡറൽ ഹോൾസെയിൽ സെയിൽസ് ടാക്സ് സിസ്റ്റം. പ്രീവിയസ് ഫെഡറൽ ഹോൾസെയിൽ സെയിൽസ് ടാക്സ് സിസ്റ്റത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്. GST is designed to phase out a number of various state and territory government taxes, duties and levies such as banking taxes and stamp duty. GST ഡിസൈൻ ചെയ്തത് ബാങ്കിങ് ടാക്സസ്, സ്റ്റാമ്പ് ഡ്യൂട്ടി തുടങ്ങി വേരിയസ് സ്റ്റേറ്റ് ആൻഡ് ടെറിട്ടറി ഗവൺമെൻറ് ടാക്സസിനെ ഫേസ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ബേസിക് പ്രിമൈസ് ഓഫ് ദ ന്യൂ ടാക്സ് to broaden the tax base which was heavily biased towards the provision of services. ഈ പുതിയ ടാക്സിൻ്റെ ബേസിക് പ്രിമൈസ് എന്ന് പറയുന്നത് ടാക്സ് ബേസ് ബ്രോഡൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഈ ടാക്സ് ബേസ് ടുവേർഡ്സ് പ്രൊവിഷൻ ഓഫ് സർവീസസ് ഹെവിലി ബയാസ്ഡ് ആയിരുന്നു. ഈ ടാക്സ് ബേസിനെ ബ്രോഡൻ ചെയ്യുക എന്നുള്ളതായിരുന്നു ന്യൂ ടാക്സിൻ്റെ ബേസിക് പ്രിമൈസ്. ഇൻ ഓസ്ട്രേലിയ യു ഹാവ് എ കൊമേഴ്ഷ്യൽ പ്രസൻസ് ആൻഡ് ബിസിനസ് ഹാസ് എ ഗ്രോസ് ഇൻകം ഓഫ് ഓവർ Australian dollar 75,000 without tax, then it is recommended to register your business for GST. അതായത് ഓസ്ട്രേലിയയിൽ നിങ്ങൾക്കൊരു കൊമേഴ്ഷ്യൽ പ്രസൻസ് ഉണ്ടെന്ന് വിചാരിക്കുക ആൻഡ് നിങ്ങളുടെ ബിസിനസ്സിന് ഓവർ ഓസ്ട്രേലിയൻ ഡോളേഴ്സ് 75,000 വിത്തൗട്ട് ടാക്സ് ഗ്രോസ് ഇൻകം ഉണ്ട് എങ്കിൽ ആ ഒരു കേസിൽ ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ടു രജിസ്റ്റർ യുവർ ബിസിനസ് ഫോർ GST. Additionally, you are a registered business outside Australia and selling digital products or services and or low value physical goods to Australian consumers, then you should collect and remit GST. അതായത് നിങ്ങളുടെ ബിസിനസ് ഔട്ട്സൈഡ് ഓസ്ട്രേലിയ ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആൻഡ് ഈ ബിസിനസ് ഡിജിറ്റൽ പ്രോഡക്ട്സ് ഓർ സർവീസസ് അല്ലെങ്കിൽ ലോ വാല്യൂ ഫിസിക്കൽ ഗുഡ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രോഡക്ട്സും സർവീസസും ലോ വാല്യൂ ഫിസിക്കൽ ഗുഡ്സും ഓസ്ട്രേലിയൻ കൺസ്യൂമേഴ്സിന് സെല്ല് ചെയ്യുകയാണ് എങ്കിൽ യു ഷുഡ് കളക്ട് ആൻഡ് റെമിറ്റ് GST. നെക്സ്റ്റ് ഇസ് GST രജിസ്ട്രേഷൻ. ഇഫ് യു റൺ എ ബിസിനസ് ഇൻ ഓസ്ട്രേലിയ ഓർ പ്രൊവൈഡ് സെയിൽസ് ഓർ സർവീസസ് ഇൻ ഓസ്ട്രേലിയ ആൻഡ് ഹാവ് എ ഗ്രോസ് ഇൻകം കാൽക്കുലേറ്റഡ് വിത്തൗട്ട് ടാക്സ് ഓഫ് ഓസ്ട്രേലിയൻ ഡോളേഴ്സ് 75,000 ഓർ മോർ ഓസ്ട്രേലിയൻ ഡോളേഴ്സ് 1,50,000 ഓർ മോർ ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് യു നീഡ് ടു രജിസ്റ്റർ ഫോർ GST. അതായത് നിങ്ങൾ ഓസ്ട്രേലിയയിൽ ഒരു ബിസിനസ് റൺ ചെയ്യുകയാണ് ആൻഡ് സെയിൽസോ സർവീസസോ ഓസ്ട്രേലിയയിൽ പ്രൊവൈഡ് ചെയ്യുന്നു ആൻഡ് നിങ്ങളുടെ ബിസിനസ്സിന് വിത്തൗട്ട് ടാക്സ് ഗ്രോസ് ഇൻകം ഓസ്ട്രേലിയൻ ഡോളേഴ്സ് 75,000 അല്ലെങ്കിൽ അതിൽ കൂടുതലാണ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ കേസിൽ ഓസ്ട്രേലിയൻ ഡോളേഴ്സ് 1,50,000 അല്ലെങ്കിൽ അതിൽ കൂടുതലാണ് ഗ്രോസ് ഇൻകം എങ്കിൽ യു നീഡ് ടു രജിസ്റ്റർ ഫോർ GST. To register for GST, need an Australian business number or an ABN. GST രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഓസ്ട്രേലിയൻ ബിസിനസ് നമ്പർ അഥവാ ABN നീഡഡ് ആണ്. എക്യുപ്പഡ് വിത്ത് ആൻ ABN ക്യാൻ രജിസ്റ്റർ ഫോർ GST ഓൺലൈൻ വയ ഫോൺ ഓർ ത്രൂ എ രജിസ്റ്റേർഡ് ടാക്സ് ഏജന്റ്. ഓസ്ട്രേലിയൻ ബിസിനസ് നമ്പർ ഉണ്ടെങ്കിൽ GSTക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓൺലൈനായി വയ ഫോൺ ഓർ ത്രൂ എ രജിസ്റ്റേർഡ് ടാക്സ് ഏജന്റ് GSTക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. The balance portion of Australian model will be discussed in the next lecture. Thank you.